വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പുതിയ സംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ പേജ് നമ്പർ 25 ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്: ചിത്രത്തിലെ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? അപ്പം ചിത്രത്തിലൊരു സമചതുരമുണ്ട്, അതുപോലെ തന്നെ ഒരു മട്ടത്രികോണമാണ് തന്നിട്ടുള്ളത് അല്ലേ. മട്ടത്രികോണത്തിൻ്റെ രണ്ട് വശം നമുക്ക് തന്നിട്ടുണ്ട്. ഏതെല്ലാം? പാദവശവും തന്നിട്ടുണ്ട്, കർണവശവും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലംബവശം കണ്ടുപിടിക്കണം. ഈ ലംബവശം എന്ന് പറയുന്നത് എന്താണ്? ആ സമചതുരത്തിൻ്റെ ഒരു വശം കൂടിയാണ് അല്ലേ. അങ്ങനെ ആയാൽ നമുക്ക് ആ സമചതുരത്തിൻ്റെ ഒരു വശം കിട്ടിയാൽ ബാക്കി എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സമചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം? പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് ഈ മൂന്നാമത്തെ വശം, അതായത് ലംബവശം കണ്ടുപിടിക്കാം അല്ലേ. എങ്ങനെയാണ്? കർണം അല്ലേ. കർണം ഘാതം 2 സമം പാദം സ്ക്വയർ അല്ലെങ്കിൽ പാദം ഘാതം 2 കൂട്ടണം ലംബം ഘാതം 2 അല്ലേ. ഇവിടെ കർണം തന്നിട്ടുണ്ട്. എത്രയാണ്? 3.5 അല്ലേ. 3.5 ഘാതം 2 സമം എത്രയാണ്? പാദം എത്ര കിട്ടും? എത്ര തന്നിട്ടുണ്ട്? 1.5 ഘാതം 2 കൂട്ടണം ലംബം എത്രയാണെന്ന് തന്നിട്ടില്ല അല്ലേ. അപ്പം ലംബം ഘാതം 2. അപ്പം ഞാൻ എന്ത് എഴുതുന്നുണ്ട്? ലംബം ഘാതം 2 അല്ലെങ്കിൽ ലംബം സ്ക്വയർ സമം എന്ത് വരും? കർണം സ്ക്വയർ അല്ലേ. കർണം സ്ക്വയർ കുറക്കണം പാദം സ്ക്വയർ അല്ലേ. നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ് കർണം എന്ന് പറയുന്നത്? 3.5 ഘാതം 2 കുറക്കണം 1.5 ഘാതം 2. 3.5 ഘാതം 2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വേണം? ആദ്യം നമുക്കിതിനെ ദശാംശമില്ലാതെ ഗുണിക്കുക. അതായത് 35നെ 35 കൊണ്ട് ഗുണിക്കുക. നമുക്ക് ഗുണിച്ചു നോക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 35 ഗുണിക്കണം 35. 5 ഗുണിക്കണം 5 25. 25ന് 5 ശിഷ്ടം 2. 3 5 15. 15ന് 2 17. 3 5 15. 15ന് 5 ശിഷ്ടം എത്രയാണ്? 1. ഇനിയോ 3 9. 9 1 10. ഉത്തരം എത്ര കിട്ടും? 2 5 7 5 12ന് 2 ശിഷ്ടം 1 1 1 2 1225 അല്ലേ. അപ്പം അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ദശാംശം ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഘാതം 2 എടുത്തത്. അപ്പോൾ 2. അപ്പോൾ 12.2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് ദശാംശം ഇടുന്നത്. 12.25. അടുത്തതോ കുറക്കണം. 15നെ 15 കൊണ്ട് ഹരിക്കുക. 15നെ 15 കൊണ്ട് ഹരിച്ചാൽ ഹരിക്കേണ്ടതല്ല ഗുണിക്കേണ്ടത്. 15നെ 15 കൊണ്ട് ഗുണിച്ചാൽ എത്രയായിരിക്കും ഉത്തരം? 225. എത്ര ദശാംശം ഉണ്ട്? ഇവിടെ 1. അതിൻ്റെ വർഗ്ഗം ആയതുകൊണ്ട് 2 സ്ഥാനം കഴിഞ്ഞിട്ട് ദശാംശം ഉണ്ട്. അപ്പം 2.25 എന്ന് കിട്ടും അല്ലേ. ഇപ്പം എത്ര കിട്ടി? 2.25. 12.25 കുറക്കണം 2.25. അപ്പം എത്ര കിട്ടും? 12.25 2.25 കുറച്ച് ഉത്തരം 10. നമുക്ക് എന്ത് കിട്ടി? ലംബം നമുക്ക് 10 എന്ന് കിട്ടി അല്ലേ. എത്രയാണ് കിട്ടിയത്? ലംബം 10 എന്ന് കിട്ടി. ലംബം സ്ക്വയർ ആണ് 10 എന്ന് കിട്ടിയത് അല്ലേ. അപ്പം ലംബം എന്തായിരിക്കും? √10. ലംബം സമം √10. അപ്പം നമുക്ക് ലംബ വശം എത്ര കിട്ടി? √10 എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ വശമാണ് കിട്ടിയത് √10 എന്ന് കിട്ടി അല്ലേ. ഈ വശം √10 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? √10 ആയിരിക്കും. അപ്പോൾ ഇത് എത്രയായിരിക്കും? √10 ആയിരിക്കും. അപ്പോൾ ഇതോ √10. അപ്പം 4 വശങ്ങളും എത്രയാണ്? √10 ആണ് കിട്ടിയത് അല്ലേ. ഇപ്പം നമുക്ക് എന്ത് ചെയ്താണ്? സമചതുരത്തിൻ്റെ പരപ്പളവ്. സമചതുരത്തിൻ്റെ പരപ്പളവ് സമം എത്രയാണ്? √10 ഗുണിക്കണം √10. സമചതുരത്തിൻ്റെ പരപ്പളവ് എന്താണ്? വശം ഗുണിക്കണം വശമാണ് അല്ലേ. അപ്പോൾ √10 ഗുണിക്കണം √10. റൂട്ട് ഗുണിക്കണം റൂട്ട് 2 പ്രാവശ്യം റൂട്ട് ഗുണിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ആ റൂട്ട് പോയിട്ട് ആ 10 മാത്രമായിരിക്കും. 10 ചതുരശ്ര സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ അല്ലേ. സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എങ്ങനെ വേണമെങ്കിലും എഴുതാം നമുക്ക്. അപ്പം ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പം ഇത്ര എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഒരു വശത്തിൻ്റെ നീളം എത്രയാണ് അല്ലേ. നമുക്ക് വശത്തിൻ്റെ നീളം സമം ഒരു വശത്തിൻ്റെ, അതാണ് ഈ ലംബം ആയിട്ട് കിട്ടുന്നത്.
ഞാൻ ഒരു വശം അത് എടുത്തെഴുതാം. ഒരു വശത്തിൻ്റെ നീളം സമം √10 സെൻറ്റിമീറ്റർ. മനസ്സിലായില്ലേ?